ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ക്രോധദീപ്തനായ ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതാണ് പാഠഭാഗം. ഭൂമിയിൽ ഒന്നും തന്നെ സ്ഥിരമായി നിൽക്കുന്നില്ല. സുഖങ്ങളെല്ലാം ക്ഷണനേരത്തേക്ക് മാത്രമുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതം പോലെ അവൻ്റെ ഐശ്വര്യവും യൗവനവും ബന്ധുക്കളോടൊപ്പമുള്ള ഒത്തുചേരലുമെല്ലാം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. ശരീരത്തിൽ അഹങ്കരിക്കുന്നത് ശരിയല്ല, അത് നശിച്ചു പോകുന്നതാണ്. ലൗകിക സുഖങ്ങളെ ഇല്ലാതാക്കുന്നത് വിദ്യയാണ്. ആയതുകൊണ്ട് വിദ്യയുടെ മഹത്വം തിരിച്ചറിയുക. സർവ ആപത്തുകൾക്കും കാരണമാകുന്നത് ക്രോധമാണ്. അതുകൊണ്ട് മനുഷ്യൻ ക്രോധത്തെ ഉപേക്ഷിക്കുക. ഇതാണ് ഈ പാഠഭാഗത്തെ പ്രധാന ആശയം. പാഠം ലക്ഷ്മണ സാന്ത്വനം. വത്സ സൗമിത്രേ കുമാരനേ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ, നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും. നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം തവ യുക്തമതല്ലാകിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. വഹ്നിസന്തപ്ത ലോഹസ്താംബു ബിന്ധുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ, കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായ്ക്കൂടി വിയോഗം വരുമ്പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്രസുഖം നൃണാം, അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാട്യോഹം എന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായിപ്പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വം മാംസരക്താസ്ഥി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതെന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്കെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നൂമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളെന്നതിൽ ക്രോധമറികടോ. മാതാ പിതൃ ഭ്രാതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും, ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം.